വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അല്ലാഹു പറയുന്നു, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലേക്ക് നാം ചെല്ലുകയും അതിനെ നാം പാറിപ്പോയ ധൂളികൾ കണക്കാക്കി തീർക്കുകയും ചെയ്യും. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ, ഇസ്ലാമിലേക്ക് കടന്നു വരാത്തവർ, ഇസ്ലാമിനെ അവിശ്വസിച്ചവർ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, അതേസമയം ആ നോമ്പെടുക്കാത്തതിന്, ഈ ദീനിൽ വിശ്വസിക്കാത്തവർക്ക് ശിക്ഷയുണ്ടോ? ശിക്ഷയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രവർത്തിക്കാത്തതിന് ശിക്ഷയുണ്ട്. ഏതിൻ്റെ കൂടെ? കുഫറിന്റെ ശിക്ഷയോടൊപ്പം, കുഫറിനുള്ള ശിക്ഷയോടൊപ്പം. അതേസമയം ആ കുഫറിലായിരിക്കെ അത് നിർവഹിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയുമില്ല. മറിച്ച് അവരുടെ മേൽ നിർബന്ധം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിക്കുക, എന്നിട്ട് നോമ്പെടുക്കുക. അതാണ് അവരുടെ റബ്ബായ അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയത്. ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്തതിന് ഉള്ള ശാശ്വത ശിക്ഷക്കൊപ്പം അള്ളാഹു കൽപ്പിച്ച നിസ്കാരവും നോമ്പുമെല്ലാം വിട്ടുകളഞ്ഞതിനുള്ള ശിക്ഷയുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നരകക്കാരെ കുറിച്ച്. മാ സലകകും ഫീ സഖർ, എന്താണ് നിങ്ങളെ ഈ സഖറാകുന്ന നരകത്തിൽ ചാടിച്ചത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുന്നവരായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, തെറ്റിൽ ബാത്തിലിൽ അവിശ്വാസത്തിൽ മുഴുകിയവരുടെ കൂടെ ഞങ്ങളും മുഴുകിപ്പോയി. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പരലോകത്തെ നിഷേധിച്ചവരായിരുന്നു. പരലോകത്തെ നിഷേധിച്ചവരാണ്. പക്ഷെ എന്തേ നിങ്ങൾ നരകത്തിൽപ്പെട്ടത് എന്നതിനുള്ള മറുപടി എന്താണ്? ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണമേകിയിരുന്നില്ല. പരലോകത്തിൽ വിശ്വസിക്കാത്തവൻ ആ വിശ്വാസത്തിൽ തുടർന്നുകൊണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം നൽകുകയോ നിസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ചെയ്താലോ അള്ളാഹുവിൽ സ്വീകാര്യമല്ല. അതോടൊപ്പം ആ കുഫറിൽ മരിച്ചാൽ അതിൻ്റെ ശിക്ഷയോടൊപ്പം അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാത്തതിനും ശിക്ഷയുണ്ട്. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബി ബിമാ കാനൂ യുഫ്സിദൂൻ. അവിശ്വസിച്ചവർ, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞവർ. നോക്കൂ, കുഫറിൽ ആണ്ടുപോവുക, കുഫറിൽ അകപ്പെടുക, ഇസ്ലാമിൽ നിന്ന് പുറത്താവുക എന്നത് പുറമെ എന്തുകൂടി ചെയ്യുന്നു? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. അവർക്ക് നാം എന്ത് ശിക്ഷ നൽകും? സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്. അള്ളാഹു പറയുന്നു, അവരുടെ ശിക്ഷക്കുമേൽ നാം ശിക്ഷ നൽകും. ബിമാ കാനൂ യുഫ്സിദൂൻ, അവർ കുഴപ്പമുണ്ടാക്കിയത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ അവർക്ക് കുഫറിനോടൊപ്പം ഈ തിന്മകൾക്കുള്ള ശിക്ഷ. അതുകൊണ്ടാണ് നോമ്പ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായതുപോലെ അവർക്ക് നിർബന്ധമാണ്. പക്ഷെ നോമ്പിന് മുമ്പേ അവർക്ക് നിർബന്ധമായ എന്തുണ്ട്? ഇസ്ലാം സ്വീകരിക്കുന്നത്. ഹറാമുകളും അങ്ങനെ തന്നെ. മദ്യം നമുക്ക് ഹറാമാണ്, അവർക്ക് ഹലാലാണോ? മദ്യം കിട്ടിയാൽ ശരി, മറ്റവന് കൊടുത്തേക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. പലിശ നമുക്ക് ഹറാം, അവർക്ക് ഹലാലുമാണോ? അവന് കൊടുത്തേക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഹറാമായത് അവർക്കും ഹറാമ് തന്നെ. അള്ളാഹു അവന്റെ അടിമകൾക്ക് ഹറാമാക്കിയത് അവർക്ക് എല്ലാവർക്കുമാണ്. എന്നിട്ട് അള്ളാഹു ഹറാമാക്കിയതിൽ ഒരുവൻ പതിച്ചാൽ അവൻ ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ, കുഫറിൽ ജീവിച്ചതിന്റെ ശിക്ഷക്കൊപ്പം അള്ളാഹു വിലക്കിയത്, ബാക്കിയുള്ളത് ചെയ്തതിന്റെ ശിക്ഷ കൂടി ഉണ്ടാകും. അള്ളാഹു വാജിബാക്കിയത് ഉപേക്ഷിച്ച ശിക്ഷ കൂടി ഉണ്ടാകും.